ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. സീറ്റഡ് എക്സാമിനേഷൻ്റെ പേപ്പർ 1-നും പേപ്പർ 2-നും കോമൺ ആയിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി എങ്ങനെ പഠിക്കണം എന്നുള്ള സീരീസാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ 5 ടോപ്പിക്ക്, ഒരു ആദ്യത്തെ 15 മാർക്കിൻ്റെ ഭാഗത്ത് വരുന്ന 5 ടോപ്പിക്ക് തന്നെയാണ് നമുക്ക് നോക്കാം. ലാംഗ്വേജ് ആൻഡ് തോട്ട്, ലാംഗ്വേജും തോട്ടും തമ്മിലുള്ള ബന്ധം, ആ ഒരു ഏരിയ വരുന്നുണ്ട്. അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? ലാംഗ്വേജും തോട്ടും കൂടാതെ എന്തും വരുന്നുണ്ട്? ലാംഗ്വേജും തോട്ടും കോഗ്നീഷനും കൂടെ വരുന്നുണ്ട്. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ കൺസെപ്റ്റ് ഫോർമേഷൻ, ഒരു കൺസെപ്റ്റ് ഫോം ചെയ്യുന്നതിൽ ലാംഗ്വേജിൻ്റെ റോള്. അതോടൊപ്പം തന്നെ എന്താണ് ഇന്നർ സ്പീച്ച് ആൻഡ് തിങ്കിങ് എന്നുള്ള കൺസെപ്റ്റ്, കുട്ടികളുടെ ആ ഒരു ഇന്നർ സ്പീച്ചും സെൽഫ് ടോക്കും ഒക്കെ എന്താണ് ഇവിടെ ഉൾപ്പെടുന്ന മേഖലയാണ്. നോം ചോംസ്കിയും യൂണിവേഴ്സൽ ഗ്രാമറും ഒക്കെ എന്താണ് ഈ ഒരു ഏരിയ ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അടുത്ത ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്ട്. റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ജെൻഡർ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമെങ്കിലും ചോദിക്കാറുണ്ട്. അത്രയധികം കണ്ടംപററി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. ജെൻഡർ വേഴ്സസ് സെക്സ്, എന്താണ് ജെൻഡറും സെക്സും തമ്മിലുള്ള വ്യത്യാസം, ബയോളജിക്കലും അതോടൊപ്പം എന്താണ് സോഷ്യലുമായിട്ടുള്ള ആ ഒരു വ്യത്യാസം അത് മനസ്സിലാക്കി വെക്കുക. ജെൻഡർ റോൾ എന്താണ്, ജെൻഡർ സ്റ്റീരിയോടൈപ്പ്, കുറേ ടേമുകളുണ്ടല്ലേ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഡിസ്പാരിറ്റി, ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ്, ജെൻഡർ റോൾസ്, ജെൻഡർ ന്യൂട്രാലിറ്റി, ഇതൊക്കെ മനസ്സിലാക്കി വെക്കാം. ജെൻഡർ ബയാസ്, പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ക്ലാസ് റൂമിൽ ജെൻഡർ ബയാസ് എങ്ങനെ ഉണ്ടാവുന്നു, ഉണ്ടെങ്കിൽ തന്നെ അതിനെ എങ്ങനെ ഒഴിവാക്കണം, പുതിയ പാഠപുസ്തകങ്ങളിൽ വന്ന മാറ്റങ്ങൾ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ടീച്ചേഴ്സ് റോൾ ഇൻ പ്രൊമോട്ടിങ് ജെൻഡർ ഇക്വാളിറ്റി, ജെൻഡർ ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ പങ്ക് എന്ത്, ഉറപ്പായിട്ടും എന്താണ് ചോദ്യം വരുന്ന മേഖലയാണ്. ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആൻഡ് ഡൈവേഴ്സിറ്റി, നമുക്കറിയാലോ ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ 30 പേരും വ്യത്യസ്തരാണ്. 2 കുട്ടികൾ ഒരിക്കലും ഒരുപോലെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇൻഡിവിജ്വൽ ഡിഫറൻസ്, എബിലിറ്റിയിലും ഇൻട്രസ്റ്റിലും ആപ്റ്റിറ്റ്യൂഡിലും ഒക്കെ ഓരോ കുട്ടികളും എന്താണ് വിഭിന്നരായിരിക്കുമെന്ന് മനസ്സിലാക്കാം. ഡൈവേഴ്സിറ്റി ബേസ്ഡ് ഓൺ ലാംഗ്വേജ്, കാസ്റ്റ്, റിലിജിയൻ ആൻഡ് കമ്മ്യൂണിറ്റി, ഭാഷയുടെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ, മതത്തിൻ്റെ, സാമൂഹിക ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവരെന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഇൻക്ലൂസീവ് ആൻഡ് റെസ്പെക്ട്ഫുൾ ക്ലാസ് റൂം പ്രാക്ടീസ്, ഇങ്ങനെ പലതരത്തിലുള്ള കുട്ടികൾ വരുമ്പോൾ ഓരോരുത്തവരെയും നമ്മൾ എന്താണ് കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്ത് മാറ്റി മാറ്റി നിർത്താൻ പാടുണ്ടോ? ഇല്ല. എല്ലാവരെയും ഒരുപോലെ ഒന്നിച്ചൊരു കൂടെ കീഴിൽ കൊണ്ടുവരണം. അത് എന്തിൻ്റെ ലക്ഷ്യമാണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യമാണ്. പിന്നെ എന്താണ് അതിൻ്റെ ക്ലാസ്സും പ്രാക്ടീസും. ദെൻ അസസ്മെൻറ്റ് കൺസെപ്റ്റ്സ് നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ചോദ്യം ചോദിക്കും, എത്ര ഈസിയാണെന്ന് പറഞ്ഞാലും കറക്റ്റായിട്ട് പഠിച്ചില്ലെങ്കിൽ തിരിഞ്ഞു പോകും. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, ഫോർമേറ്റീവ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, സമ്മേറ്റീവ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, പഠനം തന്നെ വിലയിരുത്തൽ ചോദിക്കാറുണ്ട്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യൂഷൻ, CC, ചിലപ്പം RT, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിവിറ്റി കണക്ട് ചെയ്ത് ചോദിക്കാറുണ്ട്. പിന്നെ സ്കൂൾ ബേസ്ഡ് അസസ്മെൻറ്റ്, സ്കൂളിൽ നടത്തുന്ന അസസ്മെൻറ്റ്സ്, ഇതൊക്കെയാണ് ആ ഒരു മേഖലയിൽ വരുന്നത്. ദെൻ ക്വസ്റ്റ്യനിങ് ആൻഡ് അസസ്മെൻറ്റ് സ്കിൽസും, റെഡിനെസ് അളക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും, ക്രിട്ടിക്കൽ തിങ്കിങ് അളക്കാനുള്ള ക്വസ്റ്റ്യൻസും, പിന്നെ അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ക്വസ്റ്റ്യൻ എന്താണ്, ഫോർമേറ്റീവ് ക്വസ്റ്റ്യൻ എന്താണ്, സമ്മേറ്റീവ് എന്താണ്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഇതൊക്കെ എപ്പോഴും എങ്ങനെയാണ് ഓരോ സാഹചര്യം അനുസരിച്ചാണ് ടീച്ചർ ക്ലാസ് റൂമിൽ ഉപയോഗിക്കേണ്ടത്. ക്ലാസ് റൂമിലൊരു പ്രശ്നമുണ്ട്, പഠനത്തിലൊരു പ്രശ്നമുണ്ട്, പരിഹാരം കണ്ടെത്തണമെങ്കിൽ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആവശ്യമാണല്ലേ. ക്ലാസ്സിൻ്റെ എൻഡിലാണെങ്കിൽ എന്താണ്, സമ്മേറ്റീവ് ആണ് ആവശ്യം. പഠനത്തിൻ്റെ ഇടയിലാണെങ്കിൽ എന്താണ്, ഫോർമേറ്റീവ് ആണ് ആവശ്യം. അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.